ഭരണസിരാ കേന്ദ്രമായ ഡൽഹിയിലെ ജന്തർ മന്ദിർ അറിയപ്പെടുന്നത് പ്രതിഷേധങ്ങളുടെ തലസ്ഥാനമെന്നാണ്. സമരങ്ങളുടെ വീറും വാശിയും ഉൾക്കൊള്ളുന്ന പ്രധാന സ്ഥലമായി ജന്തർ മന്ദിർ മാറാൻ ചില കാരണങ്ങളുണ്ട്. പ്രതിഷേധ സ്വരങ്ങൾക്ക് പുതുചരിത്രം കുറിക്കുന്ന ജന്തർ മന്ദിറിൽ നിന്ന് ഷബ്ന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൻസദ് ചലോ സർക്കാർ സുനോ എന്ന മുദ്രാവാക്യമുയർത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ജന്തർ മന്ദിർ. ഇവിടെ നിന്നും കേവലം 2.5 കിലോമീറ്റർ മാത്രമാണ് പാർലമെന്റിലേക്കുള്ള ദൂരം. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, മറ്റു മന്ത്രാലയങ്ങൾ എല്ലാം തൊട്ടടുത്ത് തന്നെ. ജന്തർ മന്ദിർ സമരങ്ങൾക്ക് നിയമപരമായി അനുവദിച്ച സ്ഥലമാണ്. 2013 ശേഷം ഡൽഹി പോലീസ് ജന്തർ മന്ദിർ, രാംലീല മൈതാൻ എന്നീ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് അംഗീകൃത പ്രതിഷേധ സ്ഥലങ്ങളായി നിശ്ചയിച്ചത്. അതുകൊണ്ട് സമരങ്ങൾക്ക് അനുമതി കിട്ടാൻ എളുപ്പമാണ്. എന്നാൽ രാജ്പഥ്, പാർലമെന്റ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ പ്രതിഷേധം പാടില്ല. 2011 അണ്ണാ ഹസാരെ അഴിമതി വിരുദ്ധ സമരം നടത്തിയതോടെയാണ് ജന്തർ മന്ദിർ ദേശീയ ശ്രദ്ധ നേടിയത്. നിർഭയ കേസ്, കർഷക നിയമസമരം, CAA സമരം തുടങ്ങി രാജ്യം ശ്രദ്ധിച്ച സമരങ്ങളെല്ലാം ഈ ജന്തർ മന്ദിറിൽ നിന്നാണ്. 1000 മുതൽ 2000 പേർക്ക് കൂടാൻ പറ്റുന്ന സ്ഥലമെന്നതും സ്റ്റേജ് അടക്കമുള്ള സ്ഥിരമായ സജ്ജീകരണങ്ങളും സമരത്തിനെത്തുന്നവരുടെ സൗകര്യമാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾക്ക് എത്താൻ എളുപ്പവുമാണിവിടെ. 5ൽ കൂടുതൽ ആളുകൾ കൂടാൻ പോലീസ് അനുമതി വേണം. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ മാത്രമാണ് സമരം നടത്താവൂ എന്നാണ് നിയമം. ടെന്റ്, പ്ലക്കാർഡ് എന്നിവയ്ക്ക് പ്രത്യേക അനുമതി വേണമെന്നുമുണ്ട്. ജനാധിപത്യത്തിന്റെ ഉറച്ച ശബ്ദം കേൾക്കുന്നിടം എന്ന അർത്ഥത്തിൽ CJPയുടെ ഈ സമരം നടക്കുന്ന ജന്തർ മന്ദിർ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. ജന്തർ മന്ദിറിൽ നിന്നും അരുൺ ഹോണികനൊപ്പം ഷബ്ന, ന്യൂസ് മലയാളം.